നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിന്റെ സ്പോർട്സ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ആയുർവേദ ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 2 കുമാരമംഗലം MKNMHS സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് 25-26 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയ ടീമുകൾക്ക് മച്ചിയാദിക്കിൽ എബ്രാഹിം മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുന്ന ഈ സ്പോർട്സ് മത്സരത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA PJ ജോസഫ് സാർ നിർവഹിച്ചു. ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 2 രക്ഷാധികാരി അബു ജോൺ ജോസഫ് നമ്മളോടൊപ്പം. രണ്ടാം സീസൺ ഇന്നിവിടെ കുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു പ്രൊഫഷണൽ പ്രീമിയർ ലീഗ് നടത്തുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ, അതേ ഒരു സംവിധാനത്തിൽ ഇവിടെ നല്ല രീതിയിൽ 100-ൽ പരം കായിക താരങ്ങൾ, ജൂനിയർ കായിക താരങ്ങൾ അണിനിരക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. 6 ടീമുകൾ ഇവിടെ പങ്കെടുക്കുന്നു. രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയുണ്ടായി. ബഹുമാന്യനായ MLA ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഹാൻഡ്ബോൾ അസോസിയേഷൻ കേരള ടീമിലേക്കും ഇന്ത്യൻ ടീമിലേക്കും ആക്കിയായിട്ട് ധാരാളം ഹാൻഡ്ബോൾ പ്ലെയേഴ്സിനെ, കളിക്കാരെ നമുക്ക് ജില്ലയിൽ നിന്ന് നമുക്ക് പുറത്ത് അല്ലെങ്കിൽ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു ടൂർണമെൻറ്റ് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ഒരു വലിയ പ്രചോദനമാണ്. ഇന്നത്തെ ഈ മാറുന്ന കാലഘട്ടത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ, മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പുകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്ന, നമുക്കറിയാം, തീരെ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ പല ഡ്രഗ്സിൻ്റെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോയി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. പണ്ട് കാലത്തെ പോലെ സ്കൂളുകളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്പോർട്സിന് അല്ലെങ്കിൽ കായിക കളികൾക്കും അത്ലറ്റിക്സിനുമൊക്കെ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ അവരുടെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ മാനസികവും കായികവും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഒരു ഉത്തേജനം അല്ലെങ്കിൽ എനർജി ഉള്ള കുട്ടികൾക്ക് അവരുടെ ആ എനർജി പുറത്തേക്ക് എടുക്കുവാനുള്ളൊരു അവസരം ഇതുപോലെയുള്ള, പിന്നെ ഇവിടെ ഒരു മാസത്തോളം ഇവിടെ കോച്ചിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ വിദ്യാർത്ഥികളും യുവജനർക്കും ഒരു വലിയ പ്രചോദനമാണ്. ഇനിയും ധാരാളം അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക താരങ്ങളെ, ഹാൻഡ്ബോൾ താരങ്ങളെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് നമുക്ക് വെളിയിൽ കൊണ്ടുവരുവാനും അവർക്കൊരു എക്സ്പോഷർ നൽകി അവരെ ജീവിതത്തിൽ ഒരു നല്ല നിലയിൽ എത്തിക്കുവാനൊക്കെ ഇതുവരെ ടൂർണമെൻറ്റുകൾക്ക് സാധിക്കും. പ്രീമിയർ ലീഗ് സീസൺ 2 രക്ഷാധികാരി അബു ജോൺ ജോസഫ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. PJ ജോസഫ് സാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് 6 ടീമുകളിലായി 100ഓളം കായിക പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഉദ്ഘാടന ചടങ്ങിന് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ, പരിശീലന അധ്യാപകൻ, യൂണിവേഴ്സിറ്റി അംഗങ്ങൾ, വിവിധ കായിക താരങ്ങൾ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ, സ്കൂൾ പ്രിൻസിപ്പൽ, കായിക പ്രേമികളായ നിരവധി താരങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ കുമാരമംഗലം പഞ്ചായത്തിൽ നടക്കുന്ന ഹാൻഡ്ബോളിന്റെ ട്രെയിനിങ് സ്പോർട്സ് പ്രേമികളുടെ ഇടയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ദേശീയ കായിക താരമായ റഫീഖ് പള്ളത്തുപറമ്പിൽ ഏറെക്കാലത്തെ സ്പോർട്സ് കായിക താരങ്ങൾ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന കായിക പ്രേമികൾ മത്സരവേദികളായി മാറുന്നു കുമാരമംഗലം MKNMHS സ്കൂൾ ഗ്രൗണ്ട്. ദീർഘവീക്ഷണത്തിലുള്ള സ്പോർട്സ് കോച്ചിങ്ങിലൂടെ ഹാൻഡ്ബോൾ ചാമ്പ്യന്മാരെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്ന പ്രതിബദ്ധതയാണ് ഹാൻഡ്ബോൾ അസോസിയേഷന്റെ കീഴിൽ സംഘാടക നേതാക്കൾ ഉൾപ്പെടെ റഫീഖ് പള്ളത്തുപറമ്പിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് P അജീബ് സ്വാഗതവും റഫീഖ് പള്ളത്തുപറമ്പിൽ നന്ദിയും പറഞ്ഞു. ടീം അംഗങ്ങളായ കിരൺ, R കൃഷ്ണ, ഇൻസാം, അനസ്, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് മുഖ്യപ്രഭാഷണം, വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, ഉഷ രാജശേഖരൻ, കുമാരമംഗലം സ്കൂൾ പ്രിൻസിപ്പൽ, നിരവധി കായിക പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ഉച്ചകഴിഞ്ഞ് സമാപന ചടങ്ങ് നടക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ.